ഇപ്പം കേണൽ ഡിന്നി ചേരുന്നുണ്ട്. കേണൽ, ഈ സൈന്യം ഇന്നലെ വന്നത് വലിയ പ്രതീക്ഷയായിരുന്നു, പക്ഷേ ആ പ്രതീക്ഷ വേണ്ടതുപോലെ നിറവേറിയില്ല എന്ന് തോന്നുന്നു. എന്തായിരിക്കാം ഇന്നലെ സംഭവിച്ചത് കേണൽ? സൈന്യം ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നലെ ഉച്ചയായപ്പോഴത്തേക്കാണ് എത്തിയത്. അതും ബൽഗാമിൽ നിന്നുള്ള ഒരു 40 മെമ്പർ ടീമാണ് വന്നിട്ടുള്ളത്. അപ്പം ഈ ഓൾറെഡി അവിടെ കുറെ ഈ മണ്ണെല്ലാം മാറ്റി ഒരു സ്ഥിതിയിലായിരുന്നു അവർ എത്തുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കണ്ടതാണ്, ചീഫ് മിനിസ്റ്റർ ഒക്കെ വന്ന സമയത്ത് ധാരാളം നല്ല മഴയും നല്ല രീതിയിലുള്ള ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാനുള്ള സാധ്യത വീണ്ടും ഉണ്ടെന്നുള്ള ഒരു സ്ഥിതിയിലാണ് അവർ വരുന്നത്. ഒന്ന് നേരത്തെ അങ്ങയുടെ റിപ്പോർട്ടർ തന്നെ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു 2 ദിവസം അവർ ഈ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു പ്രശ്നം കൊണ്ട് എല്ലാ കാര്യവും കുറച്ച് ബാക്ക്ലോട്ടായി. അതായത് ഈ സൈന്യത്തിന് നേരത്തെ ഈ ഇൻസിഡന്റ് 16-ാം തീയതി നടന്ന് 17-ാം തീയതി കൊണ്ടുവന്നിരുന്നെങ്കിൽ പോലും നമുക്ക് എനിക്കൊന്ന് കുറച്ചൊരു നേരത്തെ ഒരു റിസൾട്ട് കിട്ടിയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവിടെ 2 പ്രശ്നങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്ന്, അവിടുത്തെ റവന്യൂ മിനിസ്റ്റർ തന്നെ പറഞ്ഞു, അതായത് ഏകദേശം 98% മണ്ണ് മാറ്റിയപ്പം ഇനി അവിടെ ട്രക്ക് കിട്ടാൻ സാധ്യതയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ നമ്മൾ ഗ്രൗണ്ടിൽ ചോദിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സംസാരിക്കുന്ന ആളുകൾ പറയുന്ന മണ്ണ് ഇനിയും മാറ്റാനുണ്ട്, അങ്ങനല്ല എന്നുള്ളൊരു ഒരു റിപ്പോർട്ട് അവിടുന്ന് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇപ്പം 50% പോലും മാറ്റിയിട്ടില്ല എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇന്നലെ പലരും അവിടുന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം ക്രൂഷ്യൽ ആയിരിക്കും. ഇന്നത്തെ ദിവസം സൈന്യത്തിന്റെ NDRF എല്ലാവരും കൂടെ ചേർന്നിട്ട് അതൊരു ഓപ്പറേഷനിൽ ഇന്ന് നമുക്ക് കരയിൽ അറ്റ്ലീസ്റ്റ് ഒരു ക്ലാരിറ്റി കിട്ടുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. കാരണം ഇന്ന് ആർമിയുടെ തന്നെ സ്പെഷ്യൽ എക്യുപ്മെന്റ് ഒക്കെ പൂനെയിൽ നിന്നും ചെന്നൈയിൽ നിന്നും വരുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അതനുസരിച്ച് ആ ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഒക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ചാൻസസ് ഈ കരയിൽ ഈ ട്രക്ക് അർജുനും ഉണ്ട് എന്നുള്ള ഒരു ചാൻസ് നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ഇന്ന് വൈകിട്ടത്തേക്ക് കിട്ടും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. പക്ഷെ അതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് അവിടുത്തെ കാലാവസ്ഥയെ കുറിച്ചായിരിക്കും. കേണൽ ഡിന്നി, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇന്നലെ വന്ന സൈനിക സംഘം 40 അംഗ സംഘമായിരുന്നു. അവർ ഈ ഇത്തരം രക്ഷാപ്രവർത്തനങ്ങളിൽ ഒരു സ്പെഷ്യലൈസ്ഡ് വിങ് ആയിരുന്നോ, അല്ലെങ്കിൽ അതല്ല എന്നുള്ള ഒരു സംസാരമൊക്കെ കേട്ടിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാണ്. ഞാൻ മനസ്സിലാക്കിയത് അവര് ബൽഗാമിൽ നിന്ന് ഇന്നലെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഈ ആർമിയെ റിക്വസിഷൻ കൊടുക്കുന്നത്. ആ റിക്വസിഷന്റെ ബേസിലാണ് അവര് അവിടുന്ന് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഈ റിക്വയർമെന്റ് എന്താണ് കൊടുത്തതെന്നനുസരിച്ചായിരിക്കും ആർമി മൂവ് ചെയ്യുക. അപ്പൊ ഞാൻ ഇന്നലെയും പറഞ്ഞ കാര്യമാണ്, ആർമിയെ സംബന്ധിച്ചോളം അവർക്കൊരു ടാസ്ക് കൊടുക്കുമ്പോൾ അവരുടെ റിക്വയർമെന്റ് എന്താണെന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് പറയണം. ഇപ്പൊ രക്ഷാപ്രവർത്തനം ഏത് രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ്? മണ്ണ് മാറ്റലാണോ, അതോ ട്രക്കിന്റെ മണ്ണിന്റെ താഴെയുള്ള ട്രക്കിനെ കണ്ടെത്തലാണോ, അതോ ഹ്യൂമൻ ബോഡി കണ്ടെത്താനുള്ളതാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ? ഇത് ഏത് രീതിയിലുള്ള ബ്രീഫിംഗ് ആണ് അല്ലെങ്കിൽ റിക്വസിഷൻ ആണ് കൊടുത്തതെന്ന് നമുക്കറിയില്ല. അത് എനിക്ക് തോന്നുന്നു അവിടുത്തെ ഗവൺമെന്റിന് മാത്രമേ അറിയാൻ സാധിക്കൂ. പക്ഷെ അവിടെ ഇന്നലെ നടന്നു വെച്ചാൽ ഏറ്റവും അടുത്തുള്ള സൈനിക ക്യാമ്പിൽ നിന്നാണ് വന്നിട്ടുള്ളത്. കുറച്ചുകൂടെ സ്പെഷ്യലൈസേഷൻ ഉള്ള, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലൊക്കെ ഉള്ളത് പൂനെയിലും ബാംഗ്ലൂരിലും ചെന്നൈയിലൊക്കെ ഉള്ള ടീംസിലാണ്. അവർക്കാണ് കുറച്ചുകൂടെ ഈ എക്യുപ്മെന്റും മറ്റു കാര്യങ്ങളൊക്കെ സ്പെഷ്യലൈസേഷൻ ഉള്ളത്. അവർക്ക് അവിടുന്ന് വരണമെങ്കിൽ ഇന്ന് വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് വരികയാണെങ്കിൽ അവരുടെ ആ എക്യുപ്മെന്റ് വെച്ച് നമുക്ക് കണ്ടെത്താൻ ഒരു ശ്രമം അവർ നടത്തും. അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഡെഫിനറ്റ് ആയിട്ട് ഒരു റിസൾട്ട് കിട്ടും തന്നെയാണ് എന്റെ ഒരു പ്രതീക്ഷ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ഇത് ഡിപ്പെൻഡ്സ് അപ്പോൺ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്താണ് റിക്വസിഷൻ ചെയ്തത്. അപ്പൊ അവരെ ഏറ്റവും അടുത്തുനിന്നുള്ള ഇൻഫൻട്രി അല്ലെങ്കിൽ മറ്റു എല്ലാം ഒരു ജോയിന്റ് ആയിട്ട് ഒരു ടീം ആയിരിക്കും വന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഈ സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെന്റ് ചിലപ്പോൾ വന്നിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇന്നലെ ആർമി അതോറിറ്റീസ് മനസ്സിലാക്കിയത് പൂനെയിൽ നിന്നും ചെന്നൈയിൽ നിന്നും വേറെ കുറച്ച് എക്യുപ്മെന്റും കൂടെ വിടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ കേണലെ, ഈ ഒരു കാര്യം, ഈ പൂനെയിൽ നിന്നും ചെന്നൈയിൽ നിന്നും ഒക്കെ ഈ സംവിധാനങ്ങൾ കൊണ്ടുവരിക, അത് അത്ര പ്രയാസകരമായിട്ടുള്ള കാര്യമാണോ നമ്മളുടെ ഈ സാഹചര്യത്തിൽ? നമ്മളൊരു ജീവനല്ലേ, അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയുള്ള കരുതലെടുക്കണ്ടേ എന്നുള്ളൊരു ചോദ്യം സാധാരണക്കാരൻ ഉയർത്തില്ലേ കേണൽ ഡിന്നി? നമ്മൾ മനസ്സിലാക്കുക വെച്ചാൽ ആർമിയുടെ, ഞാൻ പ്രോട്ടോകോളിനെ കുറിച്ചല്ല പറയുന്നത്, നമ്മൾ എല്ലാത്തിനും ഓരോ രീതിയിലുള്ള എക്യുപ്മെന്റ് ഉണ്ട്. അപ്പൊ അത് ഗ്രൗണ്ടിൽ നിന്ന് ആളുകളാണ് പറയാനുള്ളത്, നമുക്ക് ഇങ്ങനെ ഒരു സാധനമാണ് ആവശ്യമുള്ളതെന്ന്. അപ്പൊ നമ്മളിപ്പം ഏറ്റവും 1 തൊട്ട് 10 സ്കെയിലുള്ള എക്യുപ്മെന്റ് ഉണ്ട്. അപ്പൊ ഒരു സ്ഥലത്ത് നമുക്ക് ചിലപ്പോൾ 1 കാര്യം മാത്രമായിരിക്കും ആവശ്യം, അല്ലെങ്കിൽ 2 കാര്യമായിരിക്കും, 2 നിലവാരത്തിലുള്ള എക്യുപ്മെന്റ് ആയിരിക്കും ആവശ്യം. പക്ഷെ എല്ലായിടത്തും നമ്മൾ ഫസ്റ്റില് ചെന്ന് 10 നിലവാരമുള്ള എക്യുപ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്യുപ്മെന്റ് എല്ലായിടത്തും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതിന്റെ യഥാർത്ഥ ഉപയോഗം എന്താണോ അതിൽ നിന്ന്
മാറിപ്പോ. അതുകൊണ്ടാണ് ആ ഒരു എന്താ പറയുക കൺസർവേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ എല്ലായിടത്തും നമ്മൾ ആദ്യമേ ചെന്ന് എല്ലാ മാക്സിമം റിസോഴ്സസ് ഇടാനുള്ള ശൈലി അല്ല. അത് യുദ്ധത്തിലായാലും ശരി, മറ്റു ഓപ്പറേഷനിലായാലും ശരി, അതിലൊരു പ്രൊസീജിയർ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രൗണ്ടിൽ നിന്ന് അവരെന്താണോ റിക്വസിഷൻ കൊടുത്തിട്ടുള്ളത് അതിന്റെ ബേസിലായിരിക്കും ആർമി മൂവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാലും വളരെ നന്ദി കേണൽ ഡിന്നി പ്രതികരിച്ചതിന്. കാരണം സൈന്യത്തിന്റെ ഡിന്നി ഒരു നിമിഷം കൂടി ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. എനിക്ക് തോന്നുന്നു ഈ അവിടെ രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകുന്ന രഞ്ജിത്ത് ഇസ്രായേൽ പരിചയം താങ്കളുടെ ഒരു ശിഷ്യൻ കൂടിയാണ് തോന്നുന്നു അല്ലേ? കേണൽ ഡിന്നി കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. രഞ്ജിത്ത് നമ്മുടെ ഒരു കൊലീഗ് എന്ന് വേണം പറയാം. ശിഷ്യൻ എന്ന് പറയാൻ എനിക്ക് ആഗ്രഹമില്ല. കാരണം നമ്മള് അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക മേഖലയിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഞാൻ കുറെ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന് അറിയാം. കാരണം അദ്ദേഹത്തിന്റെ സ്വന്തം ഇനിഷ്യേറ്റീവ് എടുത്ത് ഭാരതത്തിൽ എവിടെയൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ അവിടെയൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ നമ്മളെ വിളിക്കുകയും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായവും കോർഡിനേഷനൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ രഞ്ജിത്ത് ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് ഈ ഒരു മിഷനിൽ പോകുന്നതിന് മുമ്പ് എന്നെ വിളിച്ചിരുന്നു. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞിട്ടും ഞാൻ അദ്ദേഹമായിട്ട് സമ്പർക്കം ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിനെ പോലുള്ള ആളുകൾ ഇതുപോലെ ചെയ്യുമ്പം തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവിടുത്തെ ഗവൺമെന്റും കുറച്ചും കൂടെ നേരത്തെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് അർജുനെ കുറച്ചുകൂടെ നേരത്തെ ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ചാൻസസ് അത്രയും കൂടെ ഇൻക്രീസ് ചെയ്യുമായിരുന്നു. പക്ഷെ ഡെഫിനറ്റ്ലി രഞ്ജിത്തെ പോലുള്ള ആളുകൾ ഉണ്ടായിട്ടാണ് ഇപ്പോഴെങ്കിലും ഇത്രയെങ്കിലും രീതിയിൽ ഈ ഓപ്പറേഷൻ പോകുന്നതെന്നാണ് നമുക്ക് ഈ അവസരത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക. കേണൽ ഡിന്നി, ഒരു കാര്യം കൂടി അറിയാനാണ്. ഇന്നലെ ഞാൻ ഈ മേജർ രവിയുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം കുറെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു. ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസ് നടക്കുമ്പോൾ ഇപ്പോൾ അവലാഞ്ച ഉണ്ടാകുന്നു, അത്തരം ഒരു സാഹചര്യത്തിലൊക്കെ ഉള്ള രക്ഷാദൌത്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് ഉണ്ടാകുമല്ലോ. അപ്പോൾ 7 ദിവസമായി എന്നുള്ളതൊക്കെയാണ് നമ്മൾക്ക് ആശങ്കയുണ്ടാകുന്ന കാര്യം. നമ്മൾ അർജുനെ ആ മണ്ണിനടിയിലാണെങ്കിൽ അർജുന്റെ ഒരു സാഹചര്യം അത് ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ താങ്കൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് വിശദീകരിക്കാൻ കഴിയുമോ? അതായത് വേണ്ടത്ര വായുവൊക്കെ ലഭിക്കുന്നുണ്ടാകുമ്പോൾ ഒരു അതിജീവിക്കാനുള്ള സാധ്യത എന്താണ് തോന്നുന്നത്? നമ്മള് ഈ ഒരു ഓപ്പറേഷനിൽ പോകുമ്പം നമ്മൾ ആ ഓപ്പറേഷന്റെ ഏറ്റവും ഫൈനൽ എത്തുന്നവരെ നമ്മൾ ഒരിക്കലും ഒരു പ്രതീക്ഷ വിടാറില്ല. കാരണം നമ്മൾ പ്രതീക്ഷ വിട്ടിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നെങ്കിൽ നമുക്ക് ആ ഒരു എന്താ പറയാ ആദ്യമേ നമ്മൾ ഒരു പ്രതീക്ഷ ഒന്നുമില്ലാതെയാണ് ഇറങ്ങുന്നെങ്കിൽ അത് ഒരു ശരിയായിട്ടൊരു രീതിയല്ല. അപ്പൊ നമ്മുടെ ടീമായാലും ശരി, ഇപ്പൊ മേജർ രവി സർ പറഞ്ഞ പോലെ നമ്മളൊരു ഓപ്പറേഷനിൽ ഇറങ്ങുമ്പോൾ അതിനകത്ത് 0.001% പോലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ 0.001% വെച്ചിട്ടാണ് നോക്കുന്നത്. 99% നമ്മളത് തള്ളി മാറ്റിയിട്ട് അതിനുവേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. പലപ്പോഴും അത് ചിലപ്പം നമുക്ക് എഗെയിൻസ്റ്റ് ആയിരിക്കും വരുന്നത്. പക്ഷെ ചില സമയത്ത് അത് അനുകൂലമായിട്ട് വരും. കാരണം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് പ്രകൃതിയെക്കാട്ടി വലുതായിട്ടൊന്നുമില്ല. അപ്പം പ്രകൃതി ദൈവമെന്നോ നമുക്ക് എന്ത് വേണമെങ്കിലും അതിനെ പറയാം. അപ്പൊ അവിടെ ചിലപ്പോൾ ദൈവത്തിന്റെ കൈയൊപ്പൊന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള മാക്സിമം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ജീവൻ രക്ഷിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അതുപോലെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. അപ്പം അവിടെയും ഇങ്ങനെ ഒരു സംഭവം നടക്കട്ടെ എന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. കാരണം അങ്ങനെ മാത്രമേ നമുക്ക് ഓപ്പറേഷനിൽ പോകാൻ പറ്റൂ. ആദ്യമേ ഇല്ല, ഇവിടെ ഒന്നും ഇല്ല, ഇനിയിപ്പോ രക്ഷയൊന്നും ഇല്ല, അല്ലെങ്കിൽ ഇനി ഹോപ്പൊന്നും ഇല്ല എന്ന് പറഞ്ഞ് പ്രവർത്തിച്ചാൽ എനിക്ക് തോന്നുന്നു ചില സമയത്ത് അത് വലിയൊരു വില നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ ഒരിക്കലും ആർമി അല്ലെങ്കിൽ നമ്മുടെ ഒരു ടീം അങ്ങനെ പോകുമ്പം വി ഡോണ്ട് ഡു ദാറ്റ്. നമ്മൾ എന്താ പറഞ്ഞ ആ ഒരു ചെറിയ ഹോപ്പ് ഉണ്ടെങ്കിൽ തന്നെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. ഈ മൈനൊക്കെ ഡിറ്റക്ട് ചെയ്യുന്ന അതേ സംവിധാനം തന്നെയാണോ ഈ ഇത്തരത്തിൽ ഒരു ട്രക്ക് ഡിറ്റക്ട് ചെയ്യാനുള്ള കാര്യത്തിലേക്ക് നമ്മൾ ഉപയോഗിക്കുക കേണൽ? അതും ഉണ്ട്. മൈൻ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് തന്നെയാണ് ഈ ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ. മൈനും അതല്ലാതെ മറ്റു കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ഉള്ള ഒരു എക്യുപ്മെന്റ് ആണ്. അതിന്റെ ഒള്ളി എന്ന് വെച്ചാൽ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്, എത്രമാത്രം ഡീപ്പ് അത് പോകാൻ പറ്റുമെന്ന്. ചിലത് നല്ല ഡീപ്പായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ചിലത് നമ്മളിപ്പോ അതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റിക്വയർമെന്റ് അനുസരിച്ചാണ്. ഇപ്പൊ ചെറിയ മൈൻസ് ഒക്കെ ആണെങ്കിൽ അതിന് കണ്ടുപിടിക്കാനുള്ളത് ഇപ്പൊ ഒരാൾ തന്നെ ഉപയോഗിക്കുന്ന ഇതുണ്ട്. ചിലത് വണ്ടി ബേസ്ഡ് ആയിരിക്കും. അങ്ങനെ പലതരത്തിലുള്ളതുണ്ട്. അപ്പൊ എനിക്കറിയത്തില്ല കൃത്യമായിട്ട് അവരെന്താണ് റിക്വഷൻ കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഏതിലുള്ള എക്യുപ്മെന്റ് ആയിരിക്കും വരുന്നത്. പക്ഷെ ഡെഫിനറ്റ്ലി അങ്ങനത്തെ എക്യുപ്മെന്റ് ഉണ്ട് നമുക്ക് ഇതുപോലത്തെ അണ്ടർഗ്രൗണ്ട് കിടക്കുന്ന കാര്യങ്ങളെ കണ്ടുപിടിക്കാനും. ബട്ട് ഓൺലി തിങ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ മഴയാണ്. മഴ അവിടെ നിൽക്കാൻ തന്നെ പാടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ മാത്രമേ ഉള്ളൂ കുറച്ചെങ്കിലും നമുക്ക് ഒരു ഡിലേ വരാൻ സാധ്യത.
വളരെ നന്ദി കേണൽ ഡിന്നി. ഇത്രയും വിശദമായി ഞങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്. ഞങ്ങൾ സാധാരണക്കാർക്കും ഇതിന്റെ അനുഭവങ്ങൾ അത്രമാത്രം ഇല്ലല്ലോ. അപ്പോൾ താങ്കളെപ്പോലുള്ളവരുടെ അനുഭവ പരിജ്ഞാനം നമുക്ക് ഗുണം ചെയ്യുന്നു, കൂടുതൽ അറിവായി മാറുന്നു. എന്നാലും നമുക്ക് ഇതെല്ലാം ചേർത്ത് വെച്ച് നമുക്ക് അർജുന് വേണ്ടി കൈകോർക്കാം. അർജുൻ തിരികെ എത്തുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അർജുന്റെ വരവിനെ കാത്തിരിക്കുകയാണ് മുഴുവൻ മലയാളികൾ. ഇപ്പോൾ കേണൽ ഡിന്നിക്ക്